പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വീഡിയോയിൽ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനാണ്. എന്താണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് വളരെ കൃത്യമായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലെ ആളുകൾ അവിടെയുള്ള രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ വ്യവസ്ഥയെയും കുറിച്ച് വെച്ച് പുലർത്തുന്ന മനോഭാവങ്ങൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ എന്നിവയെല്ലാം ചേർന്നതാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ കൾച്ചർ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ കൾച്ചറിനെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ: ഒരു രാഷ്ട്രീയ വ്യവസ്ഥക്കകത്തുള്ള ആളുകളുടെ പൊളിറ്റിക്കൽ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. H. ഹൈമാനാണ് ഈ വാക്ക് അക്കാദമിക് മേഖലയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. H. ഹൈമാൻ എന്ന വലിയ രാഷ്ട്രീയ പൊളിറ്റിക്കൽ തിങ്കറായ, രാഷ്ട്രീയ ചിന്തകനായ H. ഹൈമാനാണ് ഈ വാക്ക് അക്കാദമിക് മേഖലയിലേക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് ഡെഫിനിഷൻ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട് പറയാം. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്നത് രാഷ്ട്രീയ സംസ്കാരങ്ങൾ നിലനിർത്തുകയും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഗബ്രിയൽ ആൽമണ്ടും പൗലും പറഞ്ഞതാണത്. മറ്റൊരു ഡെഫിനിഷൻ A.R. ബോൾ പറഞ്ഞതാണ്: നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയിലെ മാനദണ്ഡങ്ങളും മനോഭാവങ്ങളും പെരുമാറ്റങ്ങളും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന തുടർ പ്രക്രിയയാണ് രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്നാണ് A.R. ബോൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ നടക്കുന്നത് കൊണ്ടുള്ള, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പൊളിറ്റിക്കൽ കൾച്ചർ കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ് അങ്ങനെ നടക്കുമ്പോൾ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, രാഷ്ട്രീയ സംസ്കാരത്തെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറാൻ, അതിലൂടെ ആ രാഷ്ട്രീയ സംസ്കാരത്തെ നിലനിർത്താനും സഹായിക്കും. ഇപ്പോൾ ഉന്നതമായ ഒരു രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്നൊരു രാഷ്ട്രീയ വ്യവസ്ഥയാണെങ്കിൽ ആ വ്യവസ്ഥ അടുത്തൊരു തലമുറയിലേക്ക് കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്നതിലൂടെയാണ് ആ രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് അന്യം നിന്ന് പോകും. അത് നിലനിൽക്കണമെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രക്രിയ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ നടക്കേണ്ടതുണ്ട് എന്നതാണ് ഒന്നാമത്തെ ഒരു പ്രാധാന്യം. മറ്റൊന്ന്, രാഷ്ട്രീയ വ്യവസ്ഥയിൽ പൗരന്മാർക്കുള്ള അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് പുതിയ തലമുറയെ ബോധവാന്മാരാക്കാൻ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന പ്രക്രിയ കൊണ്ട് സാധിക്കും. ഇന്ന അവകാശങ്ങൾ അത് ഓരോ പൗരനും ഉണ്ട് എന്നും ഇതുപോലെ ചില ഉത്തരവാദിത്തങ്ങളും പൗരന്മാർക്കുണ്ട് എന്നും അവരെ അവബോധം ഉണ്ടാക്കാൻ ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ കൊണ്ട് സാധിക്കും. മറ്റൊന്ന്, വ്യക്തികൾക്ക് അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ പോരായ്മകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ പോരായ്മകൾ തിരിച്ചറിയുന്നത്? മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒരു ഉയർന്ന രാഷ്ട്രീയ മൂല്യങ്ങളിലേക്ക്, രാഷ്ട്രീയ സംസ്കാരങ്ങളിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടി അത് സഹായിക്കും. അപ്പോൾ നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സംസ്കാരത്തിന് പോരായ്മകളുണ്ടെങ്കിൽ അത് തിരുത്താനും, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തി പുതിയ ഒരു രാഷ്ട്രീയ സംസ്കാരങ്ങളിലേക്ക്, ഉന്നതമായ രാഷ്ട്രീയ സംസ്കാരങ്ങളിലേക്ക് എത്തിക്കാനും ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ കൊണ്ട് സാധിക്കുന്നു. മറ്റൊന്ന്, നിലവിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ സ്റ്റെബിലിറ്റിക്കും അതുപോലെ അതിൻ്റെ ഡെവലപ്മെൻറ്റിനും ഈ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ കൊണ്ട് സാധിക്കും. നിലവിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ സ്റ്റെബിലിറ്റിയും അതുപോലെ അതിൻ്റെ വികാസവും, സ്ഥിരതയും വികാസവും ഡെവലപ്മെൻറ്റും രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം കൊണ്ട് സാധിക്കുന്നു. മറ്റൊന്ന്, പൗരന്മാരെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഭരണപ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തത്തിലേക്ക് നയിക്കാൻ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം കൊണ്ട് സാധിക്കുന്നു. സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ, പൗരന്മാരെ സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്കും അതേപോലെ അധികാര ഭരണ പ്രവർത്തനങ്ങളിലേക്കും കൊണ്ടുവരാൻ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ കൊണ്ട് സാധിക്കും.
മറ്റൊന്ന്, നിലവിലുള്ള പാരമ്പര്യങ്ങളെ സംരക്ഷിക്കപ്പെടുകയും നിലവിലുള്ള രാഷ്ട്രീയ മൂല്യങ്ങളെ, രാഷ്ട്രീയ പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുകയും അതേസമയം പുതിയ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാനും പുതിയ ലോകക്രമവുമായി തിരിച്ചറിയപ്പെടാനും പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ കൊണ്ട് സമൂഹത്തെ പ്രാപ്തമാക്കുന്നു എന്നാണ് മറ്റൊരു പ്രാധാന്യം. മറ്റൊന്ന്, ജനാധിപത്യ മൂല്യങ്ങൾ പരിപോഷിപ്പിക്കുകയും ജനാധിപത്യത്തെ വിജയകരമാക്കുന്നതിൽ വലിയ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്യുന്നു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. ജനാധിപത്യ ആശയങ്ങൾക്ക് കൂടുതൽ ഇടം ഒരു നല്ല ലോകക്രമത്തെ സൃഷ്ടിക്കുന്നതിന്, നല്ല രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ കൊണ്ട് സാധിക്കുന്നു. മറ്റൊന്ന്, രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം കൊണ്ട് നിലവിലുള്ള രാഷ്ട്രീയ ഘടനയെ മെച്ചപ്പെടുത്താനും അതിനെ സ്ഥിരപ്പെടുത്താനും സഹായിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ് അത്. സ്റ്റെബിലിറ്റിയും വികാസവും ഉണ്ടാക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഏജൻസീസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ സമൂഹത്തിൽ നടത്തുന്ന ഏജൻസികളുണ്ട്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് രാഷ്ട്രീയ സംസ്കാരത്തെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഏജൻസികൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഒന്നാമത്തേത് ഫാമിലിയാണ്, കുടുംബമാണ്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് രാഷ്ട്രീയ സംസ്കാരം പകരുന്നതിൽ കുടുംബം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ആദ്യത്തെ 10-15 വർഷങ്ങളിൽ കുട്ടികളുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ ഭൂരിഭാഗവും രൂപപ്പെടുന്നത് വീട്ടിൽ നിന്നാണ്. അധികാരം, അനുസരണം, അവകാശങ്ങൾ, കടമകൾ എന്നിവയെക്കുറിച്ചെല്ലാമുള്ള ആദ്യപാഠങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. മാതാപിതാക്കളുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, പ്രത്യാശാസ്ത്രങ്ങൾ, ബന്ധങ്ങൾ എന്നിവ പലപ്പോഴും കുട്ടികളുടെ രാഷ്ട്രീയ മനോഭാവങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾ വായിക്കുന്ന പത്രങ്ങൾ, അവർ കേൾക്കുന്ന റേഡിയോകൾ, അവർ കേൾക്കുന്ന TV പ്രോഗ്രാമുകൾ, അവർ കേൾക്കുന്ന പ്രസംഗങ്ങൾ, അവർ പിന്തുടരുന്ന നേതാക്കൾ, ഇതെല്ലാം അവർ ശേഖരിക്കുന്ന വിവരങ്ങൾ, അവർ പറയുന്ന കഥകൾ, ഇതെല്ലാം പുതിയ തലമുറയിലെ കുട്ടികളെ അത് സ്വാധീനിക്കുന്നു. അപ്പോൾ കുടുംബം സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയം അവരുടെ കുട്ടികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സ്വാഭാവികമായും സമാനമായ രാഷ്ട്രീയ ആശയങ്ങളും മൂല്യങ്ങളും പെരുമാറ്റങ്ങളൊക്കെ വെച്ച് പുലർത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് കൂടി കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ ഉയർന്ന രാഷ്ട്രീയ സംസ്കാരം വെച്ച് പുലർത്തുന്ന ഫാമിലിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും അടുത്ത തലമുറയും അവിടെയുള്ള കുട്ടികളും ഉയർന്ന രാഷ്ട്രീയ സ്വഭാവം സ്വീകരിക്കും. അപ്പോൾ രാഷ്ട്രീയം ആദ്യമായിട്ട് പൊളിറ്റിക്കൽ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരത്തെ ആദ്യമായിട്ട് പകരുന്ന ഒരു ഏജൻസി എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്ന, ഈ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയ ചെയ്യുന്ന, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത് കുടുംബമാണ്. ഒന്നാമത്തെ ഏജൻസി, വളരെ പ്രധാനപ്പെട്ട ഏജൻസി കുടുംബമാണ്. മറ്റൊന്ന് സമാന പ്രായക്കാരാണ്, പിയർ ഗ്രൂപ്പുകൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, അയൽക്കാർ എന്നിവരൊക്കെയുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ശക്തമായിട്ട് സ്വാധീനിക്കാറുണ്ട്. ഈ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകൾ, സഹപാഠികളുടെ ഗ്രൂപ്പുകൾ, സഹപ്രവർത്തകരുടെ ഗ്രൂപ്പുകൾ, അയൽവക്കത്തുള്ള ആളുകളുടെ ഗ്രൂപ്പുകൾ, ഇതൊക്കെ എന്ന് പറയുന്ന സമപ്രായക്കാരായ ആളുകൾ ചേരുന്ന ഗ്രൂപ്പുകളാണ്. അവർക്കിടയിലെ ചർച്ചകൾ, അവർക്കിടയിലെ രാഷ്ട്രീയ ചിന്തകളൊക്കെ സ്വാഭാവികമായിട്ടും അതിലുള്ള അംഗങ്ങളിലേക്ക് രൂപാന്തരപ്പെടുകയും അത് സ്വാധീനിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കൗമാരത്തിലും യൗവനത്തിലുള്ള ഈ ഗ്രൂപ്പുകൾ, കുട്ടികൾ പുറത്തു പോകുന്നു, അവർ അവരുടെ ഗ്യാങ്ങുകളിൽ കൂടുന്നു, അവർക്കിടയിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയ ചർച്ചകളുണ്ടാകുന്നു, രാഷ്ട്രീയ ആശയങ്ങൾ, രാഷ്ട്രീയ സംസ്കാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും കാഴ്ചപ്പാടുകൾ പങ്കിടാനും ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് പരമ്പരാഗതമായി ലഭിച്ച പരമ്പരാഗത വിശ്വാസങ്ങളെ വെല്ലുവിളിക്കാനുമൊക്കെ ഈ പിയർ ഗ്രൂപ്പുകൾ വ്യക്തികളെ സഹായിക്കുന്നു. സ്വതന്ത്ര രാഷ്ട്രീയ ഐഡൻറ്റിറ്റികൾ രൂപപ്പെടുത്തുന്നതിൽ വ്യക്തികളുടെ സ്വതന്ത്ര രാഷ്ട്രീയ ഐഡൻറ്റിറ്റികൾ രൂപപ്പെടുത്തുന്നതിൽ പിയർ ഗ്രൂപ്പുകൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. ഇനി മറ്റൊരു ഏജൻസിയാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, സർവകലാശാലകൾ തുടങ്ങിയവയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ, മറ്റു അധ്യാപകരുടെ ക്ലാസ്സുകളിലൂടെ, പാഠ്യേതര പദ്ധതികളിലൂടെ, പാഠ്യപദ്ധതികളിലൂടെ അങ്ങനെ തുടങ്ങിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അക്കാദമിക് രംഗങ്ങളിലടക്കം എല്ലാ മേഖലയിലും രാഷ്ട്രീയ കൈമാറ്റങ്ങൾ നടത്തപ്പെടുന്നു.
വിദ്യാർത്ഥി രാഷ്ട്രീയം പ്രധാനമായിട്ടും. അതിലൂടെ പുതിയ തലമുറയിലെ ആളുകൾ, അതാണല്ലോ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളിലേക്ക് രാഷ്ട്രീയ മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. സ്കൂളുകളാണെങ്കിലും കോളേജുകളിലാണെങ്കിലും സർവകലാശാലകളാണെങ്കിലും അവിടെയൊക്കെ ഈ പൗരമൂല്യങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ, രാഷ്ട്രീയ മൂല്യങ്ങൾ, ചരിത്രം, ഗവൺമെൻറ്റിൻ്റെ ഘടന എന്നിവയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വ്യക്തികളെ സാമൂഹ്യവൽക്കരിക്കുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇടയിൽ തെരഞ്ഞെടുപ്പ് നടത്തി വിദ്യാർത്ഥി യൂണിയൻ എന്തിനാണ് ഉണ്ടാക്കുന്നത്? അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ചേർന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു യൂണിയൻ. ഇത് തന്നെയാണ് ജനാധിപത്യ ഗവൺമെൻറ് സംവിധാനത്തിലും പ്രവർത്തിക്കുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഗവൺമെൻറ്റിനെ രൂപീകരിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ കോളേജിലും സ്കൂളുകളിലും സർവകലാശാലകളിലൊക്കെ നടത്തുന്നത് എന്തിനാണ്? വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ മൂല്യങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പാഠ്യപദ്ധതിയിലൂടെ, സംവാദ വേദികളിലൂടെ, ഇപ്പോൾ സർവകലാശാലകളിലൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ ആശയ സംവാദ വേദികൾ നടത്തുന്നു. അതേപോലെ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പാഠ്യപദ്ധതികൾ മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതിലൂടെയെല്ലാം വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധങ്ങൾ വളർത്തുകയും അവകാശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യങ്ങൾ ഉണ്ടാക്കുകയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ജാഗ്രതപ്പെടുത്തുകയും രാഷ്ട്രീയ പങ്കാളിത്തത്തെക്കുറിച്ച്, രാഷ്ട്രീയ പാർട്ടിസിപ്പേഷനെക്കുറിച്ചൊക്കെ വലിയ അവബോധം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിലൂടെ അവർക്ക് രാഷ്ട്രീയ മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ രാഷ്ട്രീയ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ, രാഷ്ട്രീയ സംസ്കാരത്തെ പകർത്തി നൽകുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്. മറ്റൊന്ന് മാസ് മീഡിയാസാണ്. ഈ കാലത്ത് ഏറ്റവും വലിയ സ്വാധീനം രാഷ്ട്രീയ സംസ്കാരം കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് മാസ് മീഡിയാസ്, പ്രത്യേകിച്ച് അതിൽ തന്നെ സോഷ്യൽ മീഡിയാസ്. അപ്പോൾ പത്രങ്ങൾ, റേഡിയോകൾ, ടെലിവിഷനുകൾ, സിനിമകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയാസ് ഇവയെല്ലാം വലിയ തോതിലുള്ള രാഷ്ട്രീയ അവബോധമാണ് പ്രചരിപ്പിക്കുന്നത്. സർക്കാർ നയങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, തെരഞ്ഞെടുപ്പുകൾ, ആഗോള സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ അവ പ്രസരിപ്പിക്കുന്നു. ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക്, ആളുകൾക്കൊക്കെ രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ രാഷ്ട്രീയ മൂല്യങ്ങളെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ നിർണായകമായ പങ്ക് മാസ് മീഡിയാസ് വഹിക്കുന്നു. പുതിയ കാലത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് സോഷ്യൽ മീഡിയാസിൻ്റെ ഇടപെടൽ. അപ്പോൾ മാധ്യമങ്ങൾ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുക മാത്രമല്ല, പലപ്പോഴും രാഷ്ട്രീയ വിഷയങ്ങളോടുള്ള കൂട്ടായ മനോഭാവങ്ങൾ രൂപപ്പെടുത്താൻ കൂടി അത് സഹായിക്കുന്നു. പുതിയ തലമുറയിലേക്ക് രാഷ്ട്രീയ അവബോധം സൃഷ്ടിക്കുന്നതിൽ നിർണായകമായ പങ്ക് മാസ് മീഡിയാസ് വഹിക്കുന്നു. മറ്റൊന്ന് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിൽ നേരിട്ട് തന്നെ പങ്കുവഹിക്കുന്ന ഏജൻസിയാണ്. രാഷ്ട്രീയ പ്രചരണങ്ങളിലും റാലികളിലും സമരങ്ങളിലുമൊക്കെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ അവബോധത്തെ മറ്റൊരു തലമുറയിലേക്ക് കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നേരിട്ട് നടത്തുന്ന, മറകളില്ലാതെ നടത്തുന്ന പ്രവർത്തനമാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവരുടെ പണി തന്നെ അവർ പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും പുതിയ കുട്ടികളെ കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങൾ പകർന്നു നൽകുക, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നൽകുക, തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, മറ്റു അവബോധങ്ങൾ സൃഷ്ടിക്കുക. ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. മറ്റൊന്ന് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ മറ്റൊരു ഏജൻ്റാണ് മതം. ഇപ്പോൾ മതവിശ്വാസങ്ങൾ, മതസ്ഥാപനങ്ങൾ അവിടെയൊക്കെ ചില രാഷ്ട്രീയ ചിന്തകൾ, രാഷ്ട്രീയ ഉത്ബോധനങ്ങൾ, രാഷ്ട്രീയ അവബോധങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ചില പ്രവണതകൾ പൊതുവെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതവിഭാഗങ്ങളിൽ പൊതുവെ കാണാറുണ്ട്. രാഷ്ട്രീയത്തെക്കുറിച്ചും അവരുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അവരുടെ ബോധത്തെക്കുറിച്ചൊക്കെ മതനേതാക്കളൊക്കെ സ്വാഭാവികമായിട്ടും അവിടെ അണികളിൽ പറഞ്ഞു കൊടുക്കുകയും അതിലൂടെയും രാഷ്ട്രീയ അവബോധങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മറ്റൊന്ന് വർക്ക് പ്ലേസാണ്. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സഹപ്രവർത്തകരുമായി വ്യക്തികൾ ഇടപഴകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ ജോലി സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ, അവിടെ തൊഴിലാളികൾക്കിടയിൽ യൂണിയൻ പ്രവർത്തനം നടത്തും. അതേപോലെ പ്രൊഫഷണലുകൾക്കിടയിൽ അസോസിയേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ തൊഴിലാളികൾക്കിടയിൽ യൂണിയൻ ഒക്കെ നടക്കുന്നതോടുകൂടി കർഷകർക്കിടയിൽ കർഷക പ്രസ്ഥാനങ്ങൾ, തൊഴിലാളികൾക്കിടയിൽ തൊഴിലാളി യൂണിയനുകൾ, ഇങ്ങനെ വർക്ക് പ്ലേസിൽ പ്രൊഫഷണൽ തൊഴിലെടുക്കുന്നവരാണെങ്കിൽ അവർക്കിടയിൽ അസോസിയേഷനുകൾ, ഇതൊക്കെ വന്നുകൊണ്ട് അവർക്കിടയിൽ കൃത്യമായ രാഷ്ട്രീയ മൂല്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാൻ
ഇതുകൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ ഏജൻസിയായിട്ട്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഏജൻസികളായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത്രയുമാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. ഓക്കെ.